അന്നമ്മ മിസ്സേ, എന്താ പരിപാടി? സ്കൂളൊക്കെ തുറക്കാണല്ലോ. അതെ. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടേ? എന്തായാലും വാങ്ങണം. അപ്പൊ നമുക്ക് പോയാലോ? പോയാലോ? എന്നാ വാ. അപ്പൊ മക്കളെ, നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ബാഗാണ്. അന്നമോ, നമ്മളൊരു ബാഗ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ മെറ്റീരിയൽ ആണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കണ്ടേ. നമുക്ക് വാഷബിൾ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലിന്റെ ബാഗ് വേണം നമ്മൾ വാങ്ങാൻ. കറക്റ്റ്. അതേപോലെ തന്നെ മക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു ബാഗ് വാങ്ങുന്ന സമയത്ത് ഈ ബാഗിന്റെ സിബ് നമ്മളിങ്ങനെ തുറന്ന് അടച്ച് നോക്കുക. സിബ് ഓക്കെ ആണോ എന്നുള്ളത് നോക്കണ്ടേ? അതേപോലെ തന്നെ ഈ സ്റ്റിച്ച് ഓക്കെ ആണോ എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ മിസ്സേ, വെയിറ്റ്, നല്ല വെയിറ്റ് ഉള്ള ബാഗ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. യെസ്, അപ്പോൾ വെയിറ്റ് കുറവുള്ള ബാഗ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ. പിന്നെന്താ ശ്രദ്ധിക്കേണ്ടത്? എന്താണെന്നറിയോ, ഇപ്പൊ ഈ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരൊറ്റ അറേ ഉള്ളൂ. അങ്ങനെ ഈ ഒരൊറ്റ അറയുള്ള ബാഗ് വാങ്ങിക്കഴിഞ്ഞാൽ ബുക്കും ടിഫിനും എല്ലാം കൂടി ഇതിൽ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആകെ ഒരു അലമ്പായി മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, കുറച്ചധികം അറകളുള്ള ബാഗ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ബാർബിയുടെ ഫോട്ടോസ് ഉള്ള ബാഗും ഇതുപോലെ പ്ലെയിൻ ഉണ്ട്, ഇതുപോലത്തെ പ്രിന്റ് ആയിട്ടുള്ള ബാഗൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എങ്ങനത്തെ ബാഗ് വേണം, ഏത് കളർ വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഇനി എന്തെങ്കിലും കാര്യം ബാക്കി? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ബാഗ് വാങ്ങുന്ന സമയത്ത് അതിന് വാറണ്ടി ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചോദിച്ചറിയണം. പിന്നെ അതേപോലെ തന്നെ ഈ ബാഗിന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം എയർ മെഷ്. കണ്ട പോലെ ഇങ്ങനെയുള്ള എയർ മെഷ് ഉള്ള ബാഗ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വാങ്ങാൻ. ഇത് വേനൽക്കാലത്ത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബാഗ് വാങ്ങുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലേ മിസ്സേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോവാം. അപ്പൊ മക്കളെ, നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ബുക്കാണ്. നമ്മൾ ബുക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം, ബുക്കിന്റെ പേജിന് നല്ല ക്വാളിറ്റി വേണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ കവർ പേജിലെ കവർ പേജിന് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള, ഒരു ലാമിനേഷൻ ഉള്ള ബുക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മളിതാ മഴക്കാലൊക്കെയാണ്, അപ്പൊ എന്താണ്, നമ്മുടെ ബുക്ക് നനയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടിഫിൻ ബോക്സിൽ നിന്ന് ഓയിലൊക്കെ വന്നിട്ട് ബുക്കിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് നനയരുത് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിംഗ് ഉള്ള കവർ പേജ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കാം. അത് നല്ല അടിപൊളി ഒരു പോയിന്റ് ആട്ടോ അന്നമ്മ മിസ് ഇപ്പൊ പറഞ്ഞ്, അത് നന്നായിട്ട് നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ബുക്ക് വാങ്ങുന്ന സമയത്ത് ഈ ബുക്കിന്റെ സൈസ് ഏറ്റവും ചെറുത്, പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി വലുത്, പിന്നെ അതിലും വലുത്, പിന്നെ ഏറ്റവും വലുത്, ഇങ്ങനെ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിന് ആവശ്യമായിട്ടുള്ള ബുക്ക് മാത്രം വാങ്ങുക. ഓക്കെ, ഇതുപോലത്തെ 5 സബ്ജക്റ്റുകൾ എഴുതാൻ പറ്റിയ ബുക്സും ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ ആവശ്യാനുസരണം ഏത് ടൈപ്പ് ബുക്കാണ് വേണ്ടത് അത് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു ബുക്ക് വാങ്ങുന്ന സമയത്ത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ മക്കളെ, നമ്മൾ അടുത്തതായിട്ട് പേന സെലക്ട് ചെയ്യാൻ പോവാണ്. പേന എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പേന ഉണ്ട്. ഏതൊക്കെയാണ്? ഫൗണ്ടൻ പെൻ ഉണ്ട്, ഇങ്ക് പെൻ ഉണ്ട്, പിന്നെ ബോൾ പെൻ ഉണ്ട്. അതിൽ നമ്മൾ സാധാരണ ഇത് എന്ത് വെച്ചിട്ടാ, ഈ ബോൾ പെൻ തന്നെ നമുക്ക് 0.5, 0.7, 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുണ്ട്. അതിൽ ഏതാ ഏറ്റവും നല്ലത്? നമുക്ക് 0.7 തിക്നെസ് ഉള്ള പെന്നാണ് ഏറ്റവും നല്ലത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള എഴുത്തിൽ നന്നായിട്ട് പേപ്പർ നിറയ്ക്കാൻ നമുക്ക് പറ്റും, അല്ലേ? അതെ. അതുപോലെ തന്നെ എന്താണെന്നറിയോ, പെന്നിന്റെ ഇങ്ക് ഏത് കളർ ആയിരിക്കണം? ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കോ ആയിരിക്കണം. വേറെ കളറിനെ യൂസ് ചെയ്ത് നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പെന്നുകളൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലേ? അതെ. പിന്നെ മറ്റൊരു കാര്യം മക്കളെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു പേന സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പേനേന്റെ മുകളിൽ റബ്ബർ സ്ട്രാപ്പ് ഉള്ള പേനയാണെങ്കിൽ വളരെ നന്നാവും. ഓക്കെ, നല്ല ഗ്രിപ്പ് കിട്ടും നിങ്ങൾക്ക്. ആ കാര്യം മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പേന വാങ്ങുമ്പോൾ എന്താണ്, നമ്മൾ സിംഗിൾ പീസുകൾ വാങ്ങും, അതുപോലെ ബൾക്ക് ആയിട്ടൊക്കെ പേന വാങ്ങാറുണ്ട്. അപ്പൊ നിങ്ങൾ ബൾക്ക് ആയിട്ട് പേന വാങ്ങുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മുടെ പേനയുടെ ടിപ്പിൽ ഒരു റബ്ബർ ക്യാപ്പ് ഉണ്ടായിരിക്കും. ആ റബ്ബർ ക്യാപ്പ് നമ്മൾ പേന യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രം മാറ്റുക, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതിന്റെ ഇങ്ക് ലീക്ക് ആവാനും അതുപോലെ കട്ട് പിടിക്കാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ, നമ്മളിപ്പോൾ മെയിൻ എക്സാം ഒക്കെ വേനൽക്കാല സമയത്ത് ഉണ്ടാവുക, ആ ഒരു ടൈമിലാണെങ്കിൽ പേന ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ബൾക്കായിട്ട് വാങ്ങുന്നേക്കാൾ നല്ലത് സിംഗിൾ ആയിട്ട് വാങ്ങുന്നതാണ്. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ പ്രധാനമായിട്ടല്ലേ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ആ ഒരു സെക്ഷനിലേക്ക് പോവാം. യെസ്. അപ്പോൾ മക്കളെ, നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ഒരു മാത്സ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ടീച്ചർ 2 വാക്ക് സംസാരിച്ചേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ സെറ്റ് സ്ക്വയറും പ്രൊട്രാക്ടറും ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതിന്റെ റീഡിങ്സ് കൃത്യമായിട്ട് കാണുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് വാങ്ങേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സെറ്റ് സ്ക്വയർ വാങ്ങുമ്പോഴാണ്
സെറ്റ് സ്ക്വയർ. ചില സെറ്റ് സ്ക്വയറിൽ എങ്ങനെയായിരിക്കും അറിയോ, അതിന്റെ മൂലകളില്ലേ, ഓരോ മൂലകളും ഇങ്ങനെ കേർവി ആയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ അത് വെച്ച് ആംഗിൾ വരയ്ക്കുമ്പോൾ അതിങ്ങനെ കേർവി ആയിട്ട് വരും, അത് ശരിയാവില്ല, ആംഗിൾ വരയ്ക്കുമ്പോൾ റെഡി ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും സെറ്റ് സ്ക്വയർ വാങ്ങുമ്പോൾ അതിന്റെ എഡ്ജുകൾ കൂർത്തിരിക്കുന്ന രീതിയിലുള്ള സെറ്റ് സ്ക്വയർ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ നമ്മുടെ കോമ്പസ് സെലക്ട് ചെയ്യുമ്പോഴും ഡാമേജ് ഇല്ലാത്ത കോമ്പസ് നോക്കാം. പിന്നെ എന്താണ് സ്കെയിൽ. നമ്മുടെ സ്കെയിൽ ഒരു സാധാരണ സ്കെയിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ ഉള്ളിലുണ്ടാവും. നമ്മൾ കുറച്ചുകൂടി വലിയൊരു സ്കെയിൽ നമുക്ക് ആവശ്യമുണ്ടാവും പലപ്പോഴും അല്ലെ, A4 ഷീറ്റിലൊക്കെ വരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ ആ വാങ്ങുന്ന സ്കെയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റീലിന്റെ സ്കെയിൽ വാങ്ങുന്നതായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റീലിന്റെ സ്കെയിൽ വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ റബ്ബർ ഇതിൽ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ റബ്ബർ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റബ്ബറുകളൊക്കെ വാങ്ങാം. പിന്നെ എന്താണ് ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മുടെ പെൻസിലാണ്. അപ്പൊ പെൻസിൽ ആയാലും ഇനി എന്താണ്, പല ടൈപ്പ് പ്രിന്റ് ഉള്ള പെൻസിലുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പൊ പെൻസിൽ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, നല്ല പെൻസിൽ വാങ്ങാൻ നോക്കണം. അത്രേ ഉള്ളൂ. പെൻസിൽ എന്ന് പറയുമ്പോൾ കൂർപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോവാത്ത ടൈപ്പ് പെൻസിലുകൾ വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ എഴുതുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിട്ട് വരുന്ന പെൻസിലുകൾ തിരഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഇത്. എന്താണിത്? നമ്മൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനം അല്ലേ? എക്സാം ബോർഡ്. അതെ അതെ അതെ. അപ്പോൾ ഈ സാധനം നിങ്ങൾ ആദ്യം വാങ്ങി വെച്ചോ. എക്സാം ഒക്കെ പെട്ടെന്ന് വരും, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയമൊന്നുമല്ല, പെട്ടെന്ന് സമയം മുന്നോട്ട് പോകും. അപ്പോൾ എക്സാം പെട്ടെന്ന് വരും, ഇതൊന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തിലേക്ക് പോവാം. ഓക്കെ മകളെ, അടുത്തായിട്ട് നമ്മൾ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാക്സിമം ഈ പ്ലാസ്റ്റിക്കിന്റെ വാട്ടർ ബോട്ടിൽ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക, അതാണ് നല്ലത്. ഇനി നമ്മൾ സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതായത് നമ്മളിപ്പോൾ മഴക്കാലാണല്ലോ, നല്ല ചൂടുള്ള വെള്ളമാണ് നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ ഉള്ളിലുള്ള വെള്ളത്തിന് ചൂടുണ്ടെങ്കിലും പുറമെ നമ്മൾ തൊടുന്ന സമയത്ത് നമുക്ക് ചൂടുണ്ടാവാൻ പാടില്ല. അപ്പൊ ഇൻസുലേറ്റഡ് ആയിരിക്കും കുറച്ചുകൂടി നന്നാവുക. കൊടയൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയാ കാര്യങ്ങള്? കുട വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ കുട എന്താ ചെയ്യണം, ഉണക്കി സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളില് തുരുമ്പ് വന്ന് ഇത് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ കുടയേക്കാളും കുറച്ചും കൂടെ നല്ലത് എന്താവും, കോട്ടയായിരിക്കും നല്ലത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുട വാങ്ങുമ്പോൾ. അപ്പൊ എനിക്ക് ഒരൊറ്റ കാര്യം ഓർമ്മ വന്നു, നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ? കമോൺ അന്നമോ, ഇവിടെ 2 ലഞ്ച് ബോക്സ് ഉണ്ട്. ഇതിൽ ഏത് സെലക്ട് ചെയ്യും? എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്യും? അതുകൊണ്ട് അതുപോലെ തന്നെ ഇത് ക്ലിപ്പ് ഇല്ല, ഇതിന്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണാൽ ഇത് തുറന്ന് ഇതിൽ ഫുഡ് വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ? ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, എന്താ പറയാൻ പറ്റുമോ? ഇത് ക്ലിപ്പ് ഉണ്ട്, അതിന്റെ ക്ലിപ്പ് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ക്ലിപ്പാണ്. സോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ തന്നെ ഇത് തുറക്കും. യെസ് കറക്റ്റ്. ഇനി നമ്മൾ നേരത്തെ ബോട്ടിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, ഇൻസുലേറ്റഡ് ബോട്ടിൽ വാങ്ങുന്നത്, അതേ കാര്യം ഇവിടെ പറഞ്ഞൂടെ? അതെ, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണെങ്കിൽ എന്താണ്, ഉള്ളിൽ ചൂടുള്ള ഫുഡ് ആണെങ്കിലും ആ ഒരു ചൂട് നമുക്ക് പുറത്ത് തട്ടില്ല, കൈ പൊള്ളില്ല. ഇനി നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ പറയാം. ഇപ്പൊ പൗച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങേണ്ട ഒരു സാധനമാണ്. പിന്നെ പൗച്ച് അല്ലെങ്കിൽ ബോക്സ്. പിന്നെ നമുക്ക് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് A4 ഷീറ്റ് വളരെ അത്യാവശ്യമാണ്. പിന്നെ നെയിം സ്ലിപ്പ് വേണം, റാപ്പർ വേണം, സെല്ലോ ടേപ്പ് വേണം. അങ്ങനെ ഒരുപാടധികം സാധനങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. എന്തായാലും എനിക്ക് ഉറപ്പാ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. ഞങ്ങൾ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ, ഞങ്ങളുടെ ഈ ലിസ്റ്റിൽ പറയാത്ത എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.